إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരിക്കൽ ഒരു ജനാസയെ അനുഗമിക്കുന്ന സന്ദർഭത്തിൽ ശക്തമായ വെയിൽ കാരണത്താൽ ആളുകൾ തണലിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ അടുക്കൽ ഒരു ഷിഅർ, ഒരു പോയം, ഒരു കവിത ആലപിക്കുകയുണ്ടായി. മൻ കാന ഹീന തുസീബു ശംസു ജബ്ഹതുഹു അബിൽ ഗുബാറു യഖാഫു അശ്ശൈന വശഅസ വയഅലഫു الظില്ല കൈ തബ്ഖാ ബശാശതുഹു فسوف يسكن يوما راغما جدثا في ظل مقرمة غبراء مظلمة يطيل تحت الثرى في غمها اللبثا تجهزي بجهاز تبلغين به يا نفس قبل الردى ലം തുഖ്ലഖി അബസ. വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. സൂര്യപ്രകാശം കൊണ്ട് തന്റെ മുഖത്തേക്ക്, നെറ്റിയിലേക്ക് ശക്തമായ ചൂട് വരുന്നത് കണ്ട്, പൊടിപടലങ്ങൾ ഏൽക്കുന്നത് കണ്ട് തണൽ തേടുന്നവരെ അവൻ ഭയപ്പെടുന്നത് തന്റെ ശരീരം മലിനമാകുന്നതും ഡേർട്ടിയാകുന്നതുമാണ്, മുഷിഞ്ഞു പോകുന്നതാണ്. എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തന്റെ ഫ്രഷ്നെസ് നിലനിൽക്കാൻ വേണ്ടി തണലാണ് അവൻ തേടുന്നത്. പക്ഷേ ഒരു നാൾ ഫസൗഫ യസ്കുനു യൗമൻ റാഗിമൻ ജദത, ആ ഖബറിനുള്ളിൽ, ആ ഇരുട്ടറയിൽ അവൻ പോയി കിടക്കേണ്ടതാണ്. ഇരുളടങ്ങിയ പൊടിപുരണ്ട ആ തണലിൽ ഖബറിനുള്ളിൽ കിടക്കേണ്ടി വരും. യുതീലു തഹ്ത സറ, ദീർഘകാലം ആ മണ്ണിനടിയിൽ അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യ, അല്ലയോ ആത്മാവേ, നീ റെഡിയാവുക അവിടേക്ക് എത്തുന്നതിനു വേണ്ടി. ഒരിക്കലും തന്നെ അവിടെ കൂട്ടിനാരുമില്ലാത്ത ആ ഒരു ഖബറിന്റെ അവസ്ഥയിൽ കഴിയേണ്ടി വരുന്നതിനെ കുറിച്ച് നീ അതിനു വേണ്ടി റെഡിയാവണം. എന്തിനു വേണ്ടി നീ സൃഷ്ടിക്കപ്പെട്ടു എന്ന തന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നീ ആലോചിക്കണം.
അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നു വെറുതെ വിട്ടേക്കുമെന്ന്. നീ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, സഹോദരങ്ങളെ, ഏത് സമയത്തും മരണം നമ്മളെ തേടിയെത്താം. നമ്മുടെ ഈ മസ്ജിദിലുണ്ടായിരുന്ന സ്ഥിരമായി ജമാഅത്തിനും ജുമാഅക്കും വന്നിരുന്ന ഒരു സഹോദരൻ തന്റെ കുടുംബസമേതം ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ കുണ്ടൽപേട്ടിൽ വെച്ച് ഒരു ലോറിയുമായുള്ള ആക്സിഡന്റിൽ, കാർ അപകടത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം മസ്ജിദിൽ വരാനും ഖുർആൻ പഠിക്കാനും എല്ലാം അവർ സമയം ഉപയോഗപ്പെടുത്തിയിരുന്ന നന്മയുടെ മാർഗത്തിൽ ജീവിച്ചവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഒരു ഹുസ്നുൽ ഖാത്തിമ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണവും കാലം മാറി മാറി വരുന്നതുമെല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈൽ വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ മാറി വരുന്നതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹുവാണ് രാപ്പകലുകൾ മാറ്റുന്നത്. സൂര്യനെയും ചന്ദ്രനെയും അതിനെ സൃഷ്ടിച്ചതും അതിനെ സംവിധാനിച്ചതും അതിന്റെ ചൂട് നൽകുന്നതും അതുപോലെ തന്നെ തണുപ്പ് വർഷിക്കുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാലാവസ്ഥ മാറി വരുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസ് വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ആകാശഭൂമികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെല്ലാം. പക്ഷേ അതിനോടൊന്നും നിങ്ങൾ സുജൂദ് ചെയ്യരുത്, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ. അതിനെയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, കാലത്തെ ഒരിക്കലും ശപിക്കരുത്. ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി, യുദ്ദിനിബിനു ആദം, മനുഷ്യൻ എന്നെ ശകാരിക്കുന്നു, ചീത്ത പറയുന്നു. യസുബ്ബു ദഹർ, അവൻ കാലത്തെ ശകാരിക്കുന്നു. എന്തൊരു ചൂട്! ശക്തമായ ചൂട് വരുമ്പോൾ അതിനെ പഴി പറയുന്ന ആളുകളുണ്ട്. ശക്തമായ തണുപ്പ് വരുമ്പോൾ അതിനെയും ആക്ഷേപിക്കുന്നവരുണ്ട്. ഇല്ല, വഅന ദഹർ ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് കാലം. രാപ്പകലുകൾ മാറ്റി മാറ്റി മറിക്കുന്നതും അതുപോലെ തന്നെ ചൂടും തണുപ്പൊക്കെ കൊണ്ടുവരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായ കാലാവസ്ഥ മാറുമ്പോൾ, ശക്തമായ ചൂട് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ചൂടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇദസ്തജ്ജൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ചൂട് കഠിനമായാൽ, ശക്തമായ നിങ്ങൾ നമസ്കാരം ഒന്ന് തണുപ്പിക്കുക. നാട്ടിലൊക്കെ വളരെ ശക്തമായ ചൂട്, ആ പാലക്കാട് ഭാഗത്തൊക്കെ വരുമ്പോ ചൂടേറിയ കാറ്റാണ് മുഖത്തേക്ക് വീശുന്നത്. സഹോദരങ്ങളെ, നമസ്കാരം നിങ്ങളൊന്ന് തണുപ്പിക്കുക. ശക്തമായ ചൂടിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല. ചൂടിന്റെ കാഠിന്യം എന്നത് നരകത്തിന്റെ ആവിയിൽ നിന്നാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ കളവ് പറയാത്ത, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ദീന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, ഫത്തഖുന്നാർ അല്ലതി ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അത് ഹഖാണ്. ഇന്നന്നാറ ഹഖുൻ, നരകമെന്നത് യാഥാർത്ഥ്യമാണ്. ജഹന്നമെന്ന്, ജഹീമെന്ന്, സഈറെന്ന്, ഹുതമയെന്ന്, സഖറെന്ന്, ലവയെന്ന്, സിജ്ജീൻ എന്ന് പല പേരുകളിൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതൊരു യാഥാർത്ഥ്യം. അങ്ങനെ സംഭവിക്കാനുണ്ട്, സഹിക്കാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, വസാഅത്ത് മസീറ, എത്ര മോശമായ സങ്കേതമാണ്. ബിഅ്സൽ മിഹാദ് ബിഅ്സൽ ഖറാർ വസാഅത്ത് മുസ്തഖറ വ മുഖാമ, എത്ര മോശമായ താവളമാണത്. നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നരകത്തിന്റെ ഭയാനകതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൽ 77 സ്ഥലങ്ങളിലാണ് ജഹന്നം എന്ന് പ്രയോഗിച്ചത്. അതിന്റെ ആഴം അഗാധമാണ്, അങ്ങേയറ്റത്തെ വിദൂരമാണ്. 26 സ്ഥലങ്ങളിലാണ് ജഹീം എന്ന് പറഞ്ഞത്.
അതിന്റെ ശിദ്ദത്തിൽ ഹർറുഹ, അതിന്റെ ചൂട് വളരെ കാഠിന്യമാണ്. സഈർ എന്നത് ആളിക്കത്തുന്ന നരകമാണ്. 16 തവണ വിശുദ്ധ ഖുർആനിൽ അത് കാണാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി ലവയെന്നും ഹുതമയെന്നും സിജ്ജീൻ എന്നുമൊക്കെ നരകത്തെക്കുറിച്ച് അതിൻ്റെതായ വിശേഷണങ്ങളോടെ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഇഷ്തകത്തിൻ നാറു ഇലാ റബ്ബിഹ, നരകം തന്റെ റബ്ബിനോട് കംപ്ലൈന്റ് പറഞ്ഞു. യാ റബ്ബി അകല ബഅദി ബഅദ, എന്റെ ഒരു പാർട്ടിനെ തിന്നുകൊണ്ടേയിരിക്കുന്നു. ഫഅദിന ലഹാ ബിനഫസിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് ശ്വാസം വിടാൻ, ഒന്ന് വിടാൻ വേണ്ടിയിട്ട് അനുവാദം നൽകി. നഫസിൻ ഫി ശിതാഇ വനഫസിൻ ഫി സ്വൈഫ്, ഒന്ന് ശൈത്യകാലത്താണ്, തണുപ്പ് കാലത്താണ്, മറ്റൊന്ന് വേനൽക്കാലത്താണ്, ഈ സമ്മറിന്റെ ഒക്കെ സമയത്താണ്, വേനൽ ചൂടിന്റെ സമയത്ത്. അതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ ചൂട്. നിങ്ങൾ ശക്തമായി അനുഭവിക്കുന്ന തണുപ്പും അതാണ്. നരകത്തെ ചേർത്തു പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമ്മെ ഉണർത്തിയതെങ്കിൽ, ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ ലാബിസീന ഫീഹാ അഖാബ, കാതങ്ങളോളം കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരുക്കപ്പെട്ട നരകം, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമ. നമ്മൾ ദുആ ചെയ്യണം റബ്ബിനോട്, റബ്ബേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഈ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒഴിച്ചുവിടണേ. വിട്ടൊഴിഞ്ഞു പോകാത്ത നരകമാണത്. എത്ര മോശമായ താവളമാണ്, സങ്കേതമാണ് നരകം. സഹോദരങ്ങളെ, റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആരെങ്കിലും റബ്ബിനോട് 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിച്ചാൽ കാലത്തിൽ ജന്ന, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ഇയാളെ സ്വർഗത്തിൽ പ്രവേശിക്കണേ. വമൻ ഇസ്തജാറ മിനന്നാരി 3 മർറാത്തിൻ, 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് ഒരാൾ ഓരോ ദിവസവും രക്ഷ തേടിയാൽ ഖാലത്തിന്നാർ അല്ലാഹുമ്മ അഈദുഹു മിനന്നാർ, നരകം പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഇയാളെ അകറ്റണേ, രക്ഷിക്കണേ എന്ന്. റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, അല്ലാഹുവേ സ്വർഗ്ഗം ഞാൻ നിന്നോട് ചോദിക്കുന്നു, സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും എന്നിൽ നിന്ന് നീ ഉണ്ടാക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, റബ്ബേ കത്തിയാവുന്ന നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, നരകത്തിലേക്ക് എത്തുന്ന വാക്കുകൾ, അതിൽ നിന്ന് നരകത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് റബ്ബേ എന്നെ കാത്ത് രക്ഷിക്കണേ. സഹോദരങ്ങളെ, നരകമെന്നത് നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. അങ്ങേയറ്റത്തെ വളരെ വേദനാജനകമായ അസഹ്യമായ ഒരവസ്ഥയാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, ഒട്ടേറെ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ഹാദിഹി, നിങ്ങൾ ഈ ദുനിയാവിൽ ഉപയോഗിക്കുന്ന ഈ തീ ഉണ്ടല്ലോ, ജുസുഉ മിൻ 70 നാരിൻ മിൻ ജഹന്നം, നരകത്തിലെ ചൂടിന്റെ 70 ഇരട്ടികളിൽ ഒന്ന് മാത്രമാണ്. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, ഇത് തന്നെ മതിയല്ലോ നബിയെ, എല്ലാം തകർത്ത് കളയാൻ, നശിപ്പിച്ചു കളയാൻ, അല്ലേ? നിങ്ങൾക്കറിയില്ലേ, നമ്മളൊന്ന് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു ചായ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് വെള്ളം ചൂടാക്കുന്ന സമയത്തൊന്ന് കൈതട്ടിയാൽ മതി. അത്രത്തോളം സഹിക്കാൻ നമുക്ക് കഴിയില്ല, ചൂടുള്ള ഒരു പാത്രത്തിൽ കൈതട്ടിയാൽ. എന്നാൽ സഹോദരങ്ങളെ, 69 ഇരട്ടി അതിലേക്ക് ചേർത്തുകൊണ്ടാണ്, കുല്ലുഹുന്ന മിസ്ലു ഹരിഹ, അതിനെല്ലാം ഇതേപോലെയുള്ള ശക്തമായ ചൂടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് നിർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. മനുഷ്യരെല്ലാം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, ആളുകളൊക്കെ അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കും. ഫമിൻഹും മയകൂനു ഇലാ കഅബൈഹി, നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും. ഫമിൻഹും മയകൂനു ഇലാ റുക്ബതൈഹി, അതെ കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവർ അവിടെ ഉണ്ടാകും. ഫമിൻഹും മയകൂനു ഇലാ അതെ അരയുടെ വരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരുണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമിൻഹും മൻ യുൽജിമുൽ അറഖു ഇൽജാമ,
വായിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് അതേ മനുഷ്യനെ മൂടിക്കളയുമാള് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ മഹ്ശറിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ, അത് ഭയാനകമാണ്. അവിടെ നിൽക്കുന്ന ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ, അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിനോടും മസ്ജിദിനോടൊക്കെ മഹബ്ബത്തുള്ള ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അർശിന്റെ തണലൊക്കെ ലഭിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ തേടേണ്ടത്. ഇവിടുത്തെ ചൂട് ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. നരകത്തിന്റെ തീ അത് സഹിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനുവേണ്ട കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ ചെയ്തു വെച്ചാൽ മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അഹ്വന അഹ്ലി നാരി അദാബൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലറജുലൻ തൂളഉ ഫീ അഖ്മസി ഖദമൈഹി ജംറ, ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ ഒരു തീയുടെ കഷ്ണം വെക്കുന്നതാണ്. യഗ്ലി മിൻഹാ ദിമാഉഹു, അവന്റെ തലച്ചോറ് തിളച്ചു മറിയുന്നതാണ്. ഇന്ന അഹ്വന അഹ്ലി നാരി അദാബ, മറ്റൊരു ഹദീസിൽ കാണാം ഏറ്റവും നരകത്തിലെ ചെറിയ ശിക്ഷ അത് അബൂ താലിബിനാണെന്ന് പറയപ്പെടുന്നു. ഹദീസിന്റെ ശറഹിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈമാനില്ലാത്ത ആളുകൾക്ക് സഹോദരങ്ങളെ രക്ഷപ്പെടാൻ സാധ്യമല്ല. മൻ കാന ലഹു നഅലാനി വശിറാകാനി, ചെരുപ്പ് രണ്ട് വാറുള്ള ഒരു ചെരുപ്പ് ധരിക്കപ്പെടും. യഗ്ലി മിൻഹാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജൽ, ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് വെണ്ണയൊഴിച്ചാൽ എങ്ങനെ തിളക്കുന്നുവോ അതുപോലെ തിളക്കുന്നതാണ് അവന്റെ തലച്ചോറ്. നഊദുബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ തേടുക. അവൻ വിചാരിക്കും ഞാനാണ് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. അവനാണ് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യമായി ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കുക എന്നത്. സ്വർഗം പറയുന്നിടത്ത് നരകത്തെക്കുറിച്ച് പറയുന്നു, നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് സ്വർഗത്തെക്കുറിച്ച് പറയുന്നു. റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഹ്സൈത വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, റബ്ബേ നീ എങ്ങാനും ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നിന്ദ്യനാക്കി. ഫഖദ് അഹ്സൈത, ഏറ്റവും വലിയ നിന്ദ്യത അതാണ്. ഇവിടെ അപമാനിക്കപ്പെട്ടേക്കാം ദുനിയാവിൽ പല കാരണങ്ങളാൽ, പക്ഷെ അതൊന്നും ഒരു അപമാനമല്ല സഹോദരങ്ങളെ. എല്ലാം കൈവിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ട് റബ്ബിന്റെ കോടതിയിൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഏറ്റവും വലിയ അപമാനം അതാണ്. ആക്രമകാരികൾക്ക് ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ദുനിയാവിന്റെ ഏതൊരു നന്മ ചോദിക്കുമ്പോഴും റബ്ബിനോട് അവസാനം ചോദിക്കുന്ന റബ്ബേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. അതാണ് സഹിക്കാൻ സാധ്യമല്ലാത്ത ആ നരകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയാണ്. നരകത്തിലേക്ക് ഇന്ന സഖറത്തൽ അളീമ ലതുൽഖാ ഫീ ശഫീരി ജഹന്നം, ജഹന്നമിന്റെ ഓരത്ത് നിന്നൊരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ ഫതുഹ്വി ബിഹാ 70 ആമ, 70 വർഷത്തിന് ശേഷമാണ് അതിന്റെ ആഴത്തിലേക്ക് എത്തുന്നത്. ഈ ഹദീസ് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അക്സിറൂ ദിക്റൻ നാർ, നരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണേ. ഫഇന്ന ഹർറഹാ ശദീദ്, അതിന്റെ ചൂട് കഠിനമാണ്. ഫഇന്ന ഖഅറഹാ ബഈദ്, അതിന്റെ ആഴം അങ്ങേയറ്റത്തെ വിദൂരമാണ്. വഇന്ന മഖാമിഅഹാ ഹദീദ്, അതിലെ ദണ്ഡുകളെല്ലാം ഇരുമ്പിന്റേതാണ്. വ്യത്യസ്തമായ ശിക്ഷകളെ കൊണ്ട് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് താക്കീത് ചെയ്തത് ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഈ ആയത്തോതിയിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നരകത്തിന്റെ താക്കീത്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് സലഫുകളൊക്കെ പേടിച്ചത്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂമു യൗമൻ ശദീദൻ ഹർറുഹു, ശക്തമായ ചൂടുള്ള ദിവസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. ലിഹർരി യൗമിൻ നുശൂർ, അതേ പരലോകത്ത് നിർത്തപ്പെടുന്ന ഭയാനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. വസല്ലു ഫിൽ ലൈൽ, രാത്രിയിൽ നിങ്ങൾ വസല്ലു റക്അതൈനി ഫി ദുൽമത്തിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ 2 റക്അത്ത് നമസ്കരിക്കുക. ലിദുൽമത്തിൽ ഖബർ, ആ ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതിനെ പേടിപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് എന്ന് പറഞ്ഞല്ലേ സൂറത്തുൽ ഫജ്റിൽ, നരകത്തെ കൊണ്ടുവരുന്നതാണ്. 70,000 മലക്കുകൾ ഓരോ ചങ്ങലയിൽ ഉണ്ടാവും. അവർ വലിച്ചു കൊണ്ടുവരുന്നതാണ്. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അതിന്റെ ഭയാനകതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നത് നിങ്ങൾ അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയാണ്.
അതിൽ നിന്ന് ദൂരെയാവാൻ വേണ്ടിയാണ്. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരല്ലേ നമ്മൾ? അതിലേക്ക് സംഘങ്ങളായി ഇടപെടുന്ന കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ, അതിന്റെ ഗർജനവും അതിന്റെ അങ്ങേയറ്റത്തെ തിളച്ചുമറിയുന്ന ഘോര ശബ്ദവും കോപനിമിത്ത പൊട്ടിപ്പിളർന്നു പോകുമാറ് തകാദു തമയ്യസു മിനൽ ഗൈദ്. സഹോദരങ്ങളെ, റബ്ബിനോട് നിരന്തരമായി കൊണ്ട് രക്ഷ തേടേണ്ടതാണ് നരകത്തിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഒരു ദിവസത്തിൽ മറക്കാതെ ഏതെങ്കിലും സമയത്ത് 3 പ്രാവശ്യം റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് സ്വർഗം പറയും, റബ്ബേ ഇയാൾക്ക് സ്വർഗം നൽകണേ. നരകം പറയും, ഇയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. ഇന്ന അഹ്ലൻ നാരി യദഊന മാലികൻ, നരകത്തിന്റെ കാവൽക്കാരനായി മാലിക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നരകക്കാരായ ആളുകൾ മാലിക്കിനെ വിളിക്കും. ഫലാ യുജീബുഹും 40 ആമ, 40 വർഷം മാലിക് അവർക്ക് മറുപടി നൽകുകയില്ല. സുമ്മ യറുദ്ദു അലൈഹിം, പിന്നെ അവരോട് മറുപടി നൽകും. ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇവിടെ സ്ഥിരതാമസക്കാരാണ്. ഖാലിദീന ഫീഹാ, എന്നെന്നും നിത്യവാസികളായിക്കൊണ്ടാണ് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ, ഈമാനില്ല എങ്കിൽ പിന്നെ നഷ്ടമാണ്. ഈമാനും അമലു സാലിഹാത്തുമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, അവർക്കുള്ള സങ്കേതമായി കൊണ്ട് നരകമുണ്ട്. ലഹാ സബ്അതു അബ്വാബിൻ, നരകത്തിന് 7 ഡോറുകളാണ് ഉള്ളത്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ ഡോറിലേക്കും പ്രത്യേകമായി കൊണ്ട് ആളുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ നരകത്തിൽ ഭക്ഷണം നൽകപ്പെടുന്നത്, പാനീയം നൽകപ്പെടുന്നത്, സഹോദരങ്ങളെ, ഇതൊക്കെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ, ജുമുഅക്ക് നമ്മൾ കേൾക്കുന്നതാണ്. സൂറത്തുൽ അഅലയും ഗാശിയയും പാരായണം ചെയ്യപ്പെടുമ്പോൾ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ, മരുഭൂമിയിലെ ഒട്ടകങ്ങൾ പോലും ഭക്ഷിക്കാൻ വേണ്ടി മടിക്കുന്ന ആ വരണ്ടുണങ്ങിയ മുൾച്ചെടിയാണ് ദരീഅ എന്നത്. അവർക്ക് വിശപ്പടങ്ങുകയില്ല, അവർക്ക് മതിയായതൊന്നും ലഭിക്കാത്ത ആ ഒരു ചെടിയാണ് അവിടെ, മുൾച്ചെടിയാണ് നരകത്തിൽ നൽകപ്പെടുന്നത്. ഷജറത്തു സഖൂം, നരകത്തിന്റെ ആഴിയിൽ ഒരു മരമോ. സദ്ദഖ്നാ വ ആമന്ന, ഞങ്ങൾ സത്യപ്പെടുത്തി വിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട്. അല്ലാഹുവിന് അത് കഴിയും, അതിന് സാധ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. കല്ലാ ഇന്നഹാ ലല്ലാ നസ്സാഅത്തൻ ലിശവാ, ഇല്ല, കത്തി ജ്വലിക്കുന്ന, കത്തിയാളുന്ന തീജ്വാലകളുള്ള നരകം തലയോട്ടികളെ ഉരുക്കിക്കളയുന്നതായ നരകമാണ്. പിന്തിരിഞ്ഞു പോകുന്നവർ അത് വിളിച്ചുകൊണ്ടിരിക്കും. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറ, ആ നരകം വിദൂരത്തിൽ നിന്ന് അതിന്റെ ആളുകളെ കാണുമ്പോൾ തന്നെ ആർത്തിരമ്പി അട്ടഹസിക്കുന്നതാണ്. അതിലേക്ക് ആ ഇടുങ്ങിയ നരകത്തിന്റെ വായിലൂടെ ഇടപെടുമ്പോൾ അവരിങ്ങനെ ചോദിക്കപ്പെടും, നരകത്തിന്റെ കാവൽക്കാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ? വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, ജഹന്നമിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ട് ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ഹത്താ ഇദാ ജാ, അതിന്റെ അടുക്കലേക്ക് എത്തപ്പെടുമ്പോൾ ഫുതിഹത് അബ്വാബുഹ, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അവരോട് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് കാവൽക്കാർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന്? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് സൂറത്തു ആല ഇംറാനിലെ 190 മുതൽ അവസാനം വരെ 200 വരെയുള്ള 10 ആയത്തുകൾ ഓതാറുണ്ട്. എന്നിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നൽ ജന്നത ഹഖ്ഖൻ വന്നാറു ഹഖ്ഖൻ വൽ ഹിസാബു ഹഖ്ഖൻ വസ്സിറാത്തു ഹഖ്ഖൻ, അത് ഹഖാണ്, മഹ്ശറിൽ നിർത്തപ്പെടും. സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, നിങ്ങളുടെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുമെന്ന്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമ്പത്തോ സന്താനങ്ങളോ ഭൗതികമായി നമ്മൾ സമ്പാദിച്ചതോ ഒന്നും കൂടെ ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, കുറ്റമറ്റ ഹൃദയം, തൗഹീദുള്ള സുന്നത്തുള്ള ഒരു ഹൃദയവുമായി എത്തുന്നവർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുനാഫിഖുകളായ ആളുകൾ ഖന്തഖ് യുദ്ധത്തിന്റെ സമയത്ത് ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ. അതാ, യുദ്ധത്തിന് പോകാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാതെ പിന്തി നിൽക്കുന്നവരായ ആളുകൾ ആ സമയത്ത് അവർ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടത്ത് നിങ്ങൾ എന്തിനാ പോകുന്നത്? നബിയെ പറയുക, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ ആലോചിച്ചിരുന്നെങ്കിൽ നരകത്തിലെ ചൂട് ഇതിനേക്കാൾ കഠിനമാണ്.
അതാണ് സലഫുകളൊക്കെ ഭയപ്പെട്ടത്, അതായിരുന്നു. ഉറക്കം വരെയില്ല. അല്ലാഹുമ്മ ഇന്നി അദ്ഹബതി അന്നൗം, ഉറക്കമില്ലാതായി റബ്ബേ. എന്നിട്ട് അവർ സുബഹി വരെ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്, നരകത്തെ ഓർത്ത്, നരകത്തിന്റെ ഭയാനകതയോർത്ത്. അതായിരുന്നു സലഫുകളുടെ അവസ്ഥയെന്ന് നമുക്ക് ശദ്ദാദ് ബിൻ ഔസ് അൻസാരി റളിയല്ലാഹു അൻഹു കാന ഇദാ ദഖലൽ ഫിറാഷ്, വിരിപ്പിലേക്ക് ചെന്നാൽ ലാ യഅതിഹിന്നൗം, അയാൾക്ക് ഉറക്കം വരുന്നില്ല. അല്ലാഹുമ്മ ഇന്നന്നാറ അദ്ഹബതി അന്നി അന്നൗം, റബ്ബേ നരകം എന്നത് അതിനെ ഓർത്ത്, അതിന്റെ ഭയാനകതയോർത്ത് ഉറക്കം നഷ്ടപ്പെട്ടു. ഫയഖൂമു യുസല്ലി ഹത്താ യുസ്ബഹ്, സുബഹി വരെ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് സലഫുകൾ, മുൻഗാമികൾ നരകത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടതും അവർ സ്വീകരിച്ച നിലപാടുകൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്തു ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കൂ, ധാരാളം കരയുമായിരുന്നു. എന്താണ് നബിയെ നിങ്ങൾ കണ്ടത്? ഉരീതുന്നാറ, ഞാൻ നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ഫലം അറാ കൽയൗമി മൻദറുൻ ഖത്തു അഫ്ദൽ, ഇന്നേ വരെ ഞാൻ ഇത്ര ഭയാനകരമായ ഒന്ന് കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ഭയാനകരമായ അവസ്ഥയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തെ ഓർത്തൊന്ന് കരയാൻ, പാപങ്ങളെ ഓർത്ത് കരയാൻ. ലാ യൽജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു കണ്ണും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുവരെ? ഹത്താ യഊദൽ ലബനു ഫിൽ ദർ, പശുവിന്റെ അകിടിൽ നിന്നും കറന്നെടുത്ത പാൽ അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ, നാളെ പരലോകത്തിന്റെ അവസ്ഥയോർത്ത്, നരകത്തെയോർത്ത് ഒരാൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാ വദുഖാനു ജഹന്നം, നരകത്തിലെ പുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഏൽക്കുന്ന ആക്ഷേപങ്ങളും പൊടിപടലങ്ങളും ഒരുമിച്ച് ചേരുകയില്ല. നമ്മൾ എന്ത് ചെയ്തു സഹോദരങ്ങളെ നമുക്ക് വേണ്ടി? എന്താ ചെയ്തത്? നമ്മുടെ സമ്പത്തോ അധ്വാനമോ എന്ത് പരിശ്രമമാണ് നാളേക്ക് വേണ്ടി ചെയ്തത്? അള്ളാഹ് തൃപ്തിപ്പെടുന്ന, അള്ളാഹയുടെ രിള ലഭിക്കുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, ഖുർആൻ പാരായണം, ദീന് പഠിച്ചത് എന്തെങ്കിലും നമുക്ക് ബാക്കിയുണ്ടോ? അവശേഷിക്കുന്നതായ എന്താണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളോട് ഉണർത്താനുള്ളത് ദീന് പഠിക്കുക. നമ്മുടെ സമയം വളരെ പെട്ടെന്ന് നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ദീന് കേൾക്കാനും പഠിക്കാനും, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെ അത് കേട്ടുകൊണ്ട് മനസ്സിനൊരു സമാധാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് സമാധാനം കിട്ടുന്നത്. ആളുകൾക്ക് വലിയ ടെൻഷനാ, എന്താ ചെയ്യുക? ബിസിനസ്സുകൾ തകർന്നു പോകുമോ? അതല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാണല്ലോ, ഗൾഫ് നാടുകളിൽ പ്രശ്നമാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? സഹോദരങ്ങളെ, കുല്ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമുക്കുള്ള ആശ്വാസമത, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അള്ളാഹു എന്തൊന്ന് വിധിച്ചു അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫൽയതവക്കൽ, നിങ്ങൾ അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. അതിനെന്ത് വേണം? ഖുർആൻ പഠിച്ച് അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് സഹോദരങ്ങളെ അതിനെക്കുറിച്ചുള്ള ഒരു പേടിയും ഭയവും ഒക്കെ നമുക്കുണ്ടാവുള്ളൂ. ഇന്നന്നാറ ലാ യനാമു ഹാരിബുഹാ, നിശ്ചയമായും നരകം, അതിനെ പേടിക്കുന്ന ആൾ, അയാൾക്ക് ഉറക്കം വരികയില്ല. വഇന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ, സ്വർഗവും അങ്ങനെ തന്നെ, അത് തേടുന്നവനും ഉറങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ പരിശ്രമം ആ സ്വർഗത്തിന് വേണ്ടിയാവണം, നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയാനകരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ വമസാഇ കുല്ലി ലൈലത്തിൻ, ഏതൊരടിമ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ നാമത്തോടൊപ്പം യാതൊരു ഉപദ്രവവും അവന് ബാധിക്കുകയില്ല, ആകാശങ്ങളിലോ ഭൂമിയിലോ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്നുള്ള ഈ പ്രാർത്ഥന ഫജ്ർ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, അസർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള ആ ഒരു സമയം, അദ്കാറു സ്വബാഹു വൽ മസാഇൽ 3 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി, അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതാ. ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള പ്രാർത്ഥന. അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബാൻ. അദ്ദേഹം
തനിക്കൊരു ഉപദ്രവം ബാധിച്ചത്, എന്തോ ഒരു ജന്തു കടിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് കണ്ട ആള് പറയുന്നുണ്ട്, എന്താണത്, ആശ്ചര്യത്തോടെ നോക്കുന്നു, നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല, പിന്നെ നിങ്ങൾക്കിത് ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ അന്നേ ദിവസം അത് ചൊല്ലാൻ വേണ്ടി മറന്നിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകള്, ദിക്റുകള്, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രൊട്ടക്ഷനാണ്, കാവലാണ്. അതെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ, പ്രാർത്ഥനകൾ എന്ന് നമ്മൾ അറിയണം, പഠിക്കണം. ഓരോ സന്ദർഭത്തിലും പള്ളിയിൽ കയറുമ്പോൾ ദുആയുണ്ട്, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വസ്ത്രം ധരിക്കുന്ന സമയത്ത് വിശ്വാസികളുടെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിലും ദിക്റുകളിലുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവനൊരു കാവലാണ്, അവനൊരു പ്രൊട്ടക്ഷനാണ്. ഈ ഒരു പ്രാർത്ഥന അവൻ ചൊല്ലിയാൽ അവനൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് സാധ്യമല്ല സഹോദരങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടാവാം. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് വാഹനം അടുത്തുകൂടെ പോയി, എന്തോ രക്ഷപ്പെട്ടു, അള്ളാഹുവിന്റെ ഒരു കാവൽ. അതാണ് ഈ ഒരു പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ നമുക്ക് കാവലാകുന്നത്. റബ്ബിനോട് എത്രത്തോളം നമുക്ക് ബന്ധമുണ്ടോ അള്ളാഹുവിന്റെ ഒരു ഹഫളത്ത്, അള്ളാഹിന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടാകും. അതുകൊണ്ട് റബ്ബുമായി കൊണ്ടുള്ള ബന്ധം അത് സുദൃഢമാക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും മക്കളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഈശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളിലും കുടുംബത്തിലും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ നല്ല രൂപത്തിൽ ഇബാദത്ത് നിർവഹിക്കുവാൻ സിഹത്തും ആഫിയത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.